പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് കംപ്ലീറ്റ്സ് ദ വർക്ക്. നമ്മൾ ഏതൊരു ജോലി ഏൽപ്പിച്ചാലും അത് പൂർത്തീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. നമ്മൾ ഉപവസിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെന്നിരിക്കട്ടെ, നമ്മളൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്ത് കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തു, നിങ്ങളുടെ മകനെ ഉടനെ തന്നെ കല്യാണം നടത്തുന്നതായിരിക്കും, കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു ദൂത് അങ്ങനെ കിട്ടിയിട്ടിരിക്കും. എപ്പം ഒരു വാഗ്ദത്തം കിട്ടിയോ ഉടനെ തന്നെ കൗണ്ടറായിട്ട് അന്ന് വൈകിട്ട് മുമ്പേ നമുക്ക് വേറൊരു ദൂത് വരും. ഒന്നുകിൽ നമ്മൾ പറയാം അതേപോലെ കള്ളം പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പറഞ്ഞതിനെ ഇല്ലാതാക്കാൻ, ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റായിട്ടുള്ളത് അന്ന് തന്നെ ഒരു ദൂത് വരും. നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ എടുക്കാമെങ്കിൽ ഈ നെൽകൃഷി ചെയ്യുന്നവർക്കറിയാം, നെല്ല് കൃഷി ചെയ്യുമ്പം ആദ്യത്തെ 1-2 മാസം കള പറിച്ച് കളയുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ജോലി. അതെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? നെല്ലിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും കളയുടെ വില കണ്ടാലും. അത് ക്ലിയറായിട്ട് അറിയാവുന്നവർക്കേ പറിച്ച് കളയാനൊക്കത്തുള്ളൂ. എവ്രിത്തിങ് ഒരു കൗണ്ടറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പിശാചുണ്ട്. ദൈവം ഒരു വാഗ്ദത്തം തന്നോ നേരെ വിപരീതമായിട്ടൊരു സന്ദേശം അന്ന് വൈകിട്ടേനാകും വരും. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. അപ്പം നമ്മുടെ ചിന്ത എന്തുവാ, അയ്യോ മുമ്പേ കേട്ടത് ശരിയായിരുന്നു. നമ്മൾ ആ ഉറപ്പ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം എന്നും പറഞ്ഞ് നമ്മൾ ഉറച്ചങ്ങോട്ട് കേട്ടപ്പം വിശ്വസിച്ചത് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മളത് തള്ളിക്കളി. കാരണം നേരെ ഓപ്പോസിറ്റായിട്ട് ഒരാൾ ഒന്നിൽ ഇപ്പോൾ നമ്മുടെ ആ മക്കളെക്കുറിച്ച് അവർ ദൂത് കിട്ടിയെങ്കിൽ നമ്മുടെ തന്നെ മക്കൾ പെമ്മക്കളെന്ന് പറഞ്ഞു പിന്നെ ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ നടങ്ങി. ഇവനെ പഠിത്തമൊന്നുമില്ലല്ലോ, ഇവനെങ്ങനെയാണ് കിട്ടുന്നത്? ഇമ്മീഡിയറ്റ്ലി അത് നെഗറ്റീവാക്കി. അപ്പം ദൈവം നമ്മുടെ പഠിത്തം കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല കല്യാണം നടത്താമെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്തൊരു തുണ തരാം. പക്ഷെ നമ്മളത് നെഗേറ്റ് ചെയ്തത് രാത്രിയാകുന്നതിന് മുമ്പേ ചെയ്തു. ഏത് പ്രോമിസ് കിട്ടിയാലും അതിനൊരു കൗണ്ടറായിട്ട് വിപരീതമായൊരു സന്ദേശം അന്ന് തന്നെ വരും. കടബാധ്യതയ്ക്ക് ഒരാൾ കാശ് തരാമെന്ന് പറയും, നമ്മൾ വിചാരിക്കുമോ സ്വസ്ഥതയായാലും കടം മാറിയാലും. വൈകിട്ടാകുമ്പം അവർ വിളിച്ചു വെച്ചു, അയ്യോ എനിക്ക് വേറൊരു അത്യാവശ്യം വന്നു, അതിനാൽ ആ പൈസ എനിക്ക് തരാനൊക്കത്തില്ല. തീർന്നില്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് എന്തുവാ, രാവിലെ കേട്ട സന്ദേശം ഇപ്പോൾ കള്ളമായോ? അല്ല, ഗോഡ് ഹാസ് ഓൾറെഡി പ്രിപ്പയർഡ് സംബഡി എൽസ് ഫോർ ദാറ്റ്. അത് മനസ്സിലാക്കണം. അപ്പം ജോലി മുഴുവനും പൂർത്തിയാക്കിയ ഒരാളേ ഉള്ളൂ, യേശുക്രിസ്തു. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു പോലും ഗെത്സമനെ തോട്ടത്തിൽ ഇരുന്ന് രണ്ട് ചിന്തയ്ക്ക് ചിന്തയായിട്ട് മാറി നമുക്ക് കാണാം. ഒന്ന്, ക്രൂശുമരണം ഏറ്റെടുക്കണം. 2ാം ചിന്ത, ഇത് എനിക്ക് വഹിക്കാൻ വയ്യ, ഇറ്റ്സ് ടു മച്ച് ഫോർ മീ. അപ്പോൾ യേശു പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് കളയണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബാറ്റിലാണ്, ജഡവും ആത്മാവും കൂടെയുള്ള ഈ ബാറ്റിലാണ്, യുദ്ധം. ഇതുണ്ട്. ഈ ക്രിസ്തുവിന് പോലും ഈ ബാറ്റിലുണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇല്ലേ? അവസാനം യേശു ക്രിസ്തു ആത്മാവിൽ ബലപ്പെട്ടിട്ട് പറയുന്നു, അല്ല എൻ്റെ ഹിതമല്ല തിരുഹിതം പോലെ നടക്കട്ടെ. അങ്ങനെ നടന്നിട്ട് ക്രൂശേ കിടക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതല്ല, ക്രൂശുമരണം നടന്നില്ലായിരുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് യേശുവിന് പറയാനൊക്കത്തില്ല. സോ ഹൂ കംപ്ലീറ്റഡ് ഇറ്റ്? പരിശുദ്ധാത്മാ ബലപ്പെടുത്തി. നമ്മൾ കാണുന്നുണ്ട്, യേശുവിന് പോലും ബലമില്ലാത്തപ്പം മോശെ ഏലിയാവും വന്ന് ബലപ്പെടുത്തി. ഇതെന്തിനാണ് ഞാൻ പറയുന്നത്? നമുക്കൊരു വാഗ്ദത്തം ദൈവമാ തന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ അതിന് ബലപ്പെടുത്തേണ്ട സമയത്ത് ആളിനെ അയച്ചു ബലപ്പെടുത്തി അത് പൂർത്തീകരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പറയണം. എൻ്റെ അമ്മ ചിലപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നോട് വാഗ്ദത്തം ചെയ്ത് ദൈവം അത് നടത്തിത്തരും. അങ്ങനെ ചില സ്ത്രീകൾ എന്നോട് പറയും. ഞാൻ ചില കാര്യങ്ങൾ പറയാറുണ്ട്, എനിക്ക് ദൈവം എന്നോട് പല കാര്യങ്ങൾ എൻ്റെ വീട്ടിലേത് ഞാൻ ഒറ്റ വ്യക്തിയാണ് അതിൽ പിടിച്ചു നിൽക്കുന്നത്. ദൈവം പറയുന്നതിൽ വേറെ ആരും അതിന് കൂട്ടു നിൽക്കത്തില്ല. ഐ ഡോണ്ട് ആസ്ക് ദം ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ശരിയാകുമ്പോൾ അവരെല്ലാം അതിന് ക്രെഡിറ്റ് എടുക്കുന്നതും കാണാം. അത് കുഴപ്പമില്ല, എല്ലാവർക്കും ബെനിഫിറ്റ് വരട്ടെ. പക്ഷേ ഈ ആത്മാവിൻ്റെ ദർശനം അല്ലെങ്കിൽ വിവേചനാത്മാവുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്ന ദിനംപ്രതി സമ്മതിക്കാമെങ്കിൽ കർത്താവ് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, തുടങ്ങിയ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ അവൻ വിശ്വസ്തൻ തന്നെ. ഒന്ന്, പരിശുദ്ധാത്മാ വരുമ്പോൾ മാത്രമേ ദൈവീകമായ ചിന്തയിൽ കൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് ആത്മാവാണ്. ആത്മാവിന് ജഡത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ അനുവദിക്കണം.
അപ്പം നമ്മളൊരു പാത്രമായിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് തന്നെ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എവിടെ നേരം കിട്ടുന്നത്? എൻ്റെ കാര്യം തീർന്നിട്ട് വേണ്ട, എൻ്റെ പ്രശ്നം തീർന്നിട്ട് വേണ്ട ദൈവത്തെ കാര്യം ചിന്തിക്കാൻ. ഓൾ ദീസ് തിങ്, അതായത് തലവാലും വാല് തലയുമായിട്ട് നിന്നാൽ എങ്ങനെ? പിന്നെ നമ്മൾ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട്, പ്രത്യേകിച്ച് പ്രായം ചെല്ലുമ്പോൾ നമുക്ക് ആത്മാവിന് വിവേചനം ആത്മാവുള്ളവർക്ക് വർദ്ധിച്ചു വരും. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അടുത്ത തലമുറയിലേക്ക് ഇത് പാസ് ചെയ്യുകയാണ്, ഈ നദി ഒഴുകുകയാണ്. അതുകൊണ്ടാണ് തലമുറയുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ തലമുറയില്ലാത്തവർക്ക് സഭകളിലെ പ്രാർത്ഥന, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അല്ലാതെ അതിന് അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. യേശുക്രിസ്തു പോലും പ്രാർത്ഥിച്ചപ്പോൾ 3 ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരും ഉറങ്ങി. പക്ഷെ ഒന്നുമല്ലേ, കുറച്ച് നേരമെങ്കിലും അവർ കൂട്ടിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജഡശക്തികളോടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ദുഷ്ടാത്മസേനകൾ നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. ജഡീക ആയുധങ്ങൾ കൊണ്ട് ഇത് ജയിക്കാൻ ഒക്കത്തില്ല. ജയിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ രാവിലെ തന്നെ പരിശുദ്ധാത്മാവിനെ അങ്ങ് വിളിച്ചാൽ, കർത്താവ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളത്, ഇന്ന് ഏത് വചനമാണ് വായിക്കേണ്ടത്? പരിശുദ്ധാത്മ എന്നെ ബലപ്പെടുത്തണം. തിരുഹിതത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ എന്നെ കൊണ്ടുപോകരുത്. പക്ഷെ കേൾക്കേണ്ടാത്ത കാര്യം ഞാൻ കേൾക്കരുത്. ചിന്താമണ്ഡലം ശുദ്ധീകരിച്ച് തരണം, എന്നാൽ ചെയ്യേണ്ട ജോലി പൂർത്തി. അങ്ങനെ നമ്മൾ ഏൽപ്പിക്കാമെങ്കിൽ എത്ര പ്രശ്നം വന്നാലും അതിനൊരു പോക്ക് വഴി തന്ന്, വഴി തുറന്ന് ദൈവം അത് ചെയ്യിപ്പിച്ചെടുക്കും. അതാണ് ഹീ ഹൂ ബിഗാൻ, ഫിലിപ്പീൻസ് 1:6 പറയുന്നത്, തുടങ്ങിയവൻ പൂർത്തീകരിക്കാൻ വിശ്വസ്തൻ തന്നെ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കും. ഉറവയിലേക്ക് തിരിച്ച്, അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് തിരിച്ച് ചെന്നിട്ട് റീസ്റ്റാർട്ട് ദ ലൈഫ് വിച്ച് വി ഹാവ് ഡൂയിങ്. വീണ്ടും നമ്മൾ ആ വിശ്വാസ ജീവിതത്തിലേക്ക് കയറുക. എല്ലാം ചെയ്ത് കഴിഞ്ഞേച്ച് ദൈവം ഇത് തന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയല്ല. ഇത് തിരുഹിതമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയെങ്കിൽ തുറന്നു തരണം. അല്ലെങ്കിൽ ആദ്യം അങ്ങ് അടച്ചേക്ക്, എന്തിനാ വെറുതെ സമയം കളയുന്നത്? കർത്താവിന് പോലും 2 തരത്തിലുള്ള ചിന്ത വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയെങ്കിൽ നമ്മളെയും ദൈവം ഇന്ന് ശക്തിപ്പെടുത്താനായിട്ട് കടന്നു വന്നിരിക്കുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ കൂട്ടിച്ചേർത്തതിനെ ആർക്കും വിഭജിച്ച് മാറ്റാൻ അധികാരമില്ല. ഞാനാണ് കുടുംബത്തിൻ്റെ ഉടമസ്ഥനെങ്കിൽ ഞാൻ അതിനെ പരിപാലിക്കാൻ വിശ്വസ്തൻ തന്നെ. നമ്മൾ 91-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചു കൊണ്ടേയിരിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കടന്നു വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നത്, ദൈവം പറയുന്നു, അറുപ്പാനും മുടിപ്പാനും കൊല്ലാനുമല്ലാതെ ശത്രു വരുന്നില്ല, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ തരാൻ. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് തന്നെ കൊണ്ടുവരണം. ദൈവത്തിലുള്ള സമൃദ്ധി മതി. ദൈവം അനുവദിക്കാത്ത ഒന്നും വേണ്ട കർത്താവേ, മാറിപ്പോട്ടെ എന്ന് പറയാനുള്ള കൃപ ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അബ്രഹാം, നമ്മുടെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്ന അബ്രഹാം ആദ്യം യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ, അതായത് ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ യുദ്ധം ചെയ്ത് തിരിച്ചു, കേദാർമല അങ്ങനെയൊക്കെ ഉണ്ട് അത് എഴുതിയിരിക്കുന്നത്. യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് കൊള്ളയുടെ ഒരു അംശം കൊണ്ടുവന്ന് ഇവിടെ വരുമ്പം മെൽക്കീസേദെക്ക് എന്ന് പറയുന്ന പ്രവാചകൻ, അല്ലെങ്കിൽ രാജാവും പുരോഹിതനുമായ മൽക്കീസേദെക്കിന് കൊള്ളയുടെ 10 കൊടുക്കുമ്പോൾ അതിന് മുമ്പ് എഴുതിയിരിക്കും, മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ സ്വീകരിച്ചു. അപ്പോൾ മൽക്കീസേദെക്ക് ക്രിസ്തുവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. വംശാവലിയിലെ തുടക്കം എന്തെന്നറിയത്തില്ല, അവസാനം. അപ്പോൾ ഈ മൽക്കീസേദെക്ക് അപ്പവും മീഞ്ഞും കൊടുത്ത് അബ്രഹാമിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം 10 കൊള്ളയുടെ 10 കൊടുത്തു കഴിഞ്ഞ് അവിടുന്ന് അനുഗ്രഹം അനുഗ്രഹം ഉറപ്പിക്കുകയാണ്. എന്നാൽ സോദോം രാജാവിൻ്റെ അടുക്കെ സോദോം രാജാവ് പറയുന്നു, സാധനങ്ങൾ എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറയുമ്പം അബ്രഹാം പറയുന്നുണ്ട്, നിൻ്റെ ഒരു സാധനം, എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പോലും വാറുപോലും എനിക്ക് ആവശ്യമില്ല, നീ എന്നെ വലിയവനാക്കിയെന്ന് പറയേണ്ട ആവശ്യമില്ല. ആ തിരിച്ചറിവ് എവിടെ നിന്നുണ്ടായി? നമ്മളാണെങ്കിലോ രാജാവ് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പൊക്കളയെന്ന് വിചാരിക്കും. അപ്പം സോദാൻ രാജാവ് സമ്പത്ത് വെച്ച് നീട്ടിയപ്പം അബ്രഹാം പറഞ്ഞു, നിൻ്റെ ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും എനിക്ക് വേണ്ട, നീ എന്നെ സമ്പന്നാക്കിയെന്ന് പറയും. അപ്പം ദൈവമാണ് ഉയർത്തേണ്ടതെന്ന് അബ്രഹാമിന് എങ്ങനെ മനസ്സിലായി? പഴയ നിയമകാല അതാണ് ഞാനും പറയുന്നത്. പ്രൊമോഷൻ കമത്ത് ഫ്രം നൈദർ ഫ്രം ദ ഈസ്റ്റ് നോ ഫ്രം ദ വെസ്റ്റ് ബട്ട് ഫ്രം ദ ലോർഡ്. എൻ്റെ ഉയർച്ച കിഴക്കൊന്നും പടിഞ്ഞാറുന്നല്ല, പടിഞ്ഞാറ് ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. ആ ദൈവത്തിൻ്റെ കാറ്റാണ് നമ്മുടെ മേലെ അടിക്കുന്നത് എങ്കിൽ
അവൻ നമ്മളെ ഇന്ന് ജീവിപ്പിക്കുന്ന കാറ്റേക്ക്, എ വിൻഡ് ദാറ്റ് ബ്രിങ്സ് ദ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലിവിങ് ഗോഡ്. ആ പരിശുദ്ധാത്മാ നമ്മുടെ മേൽ വന്ന് നിൽക്കുക. ആ ദൈവാത്മാ പറയുന്നു, ഞാൻ നിനക്കുന്നൊരു പുതിയ വഴി തുറന്നിരിക്കുക, ഇതിലൂടെ കടന്നു വാ. പണ്ടുള്ളതിനെ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, അതിലൂടെ കടന്നു വാ. അപ്പം നമ്മൾ അഭ്യസിപ്പിക്കുന്ന ദൈവം അടുപ്പിച്ച് റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പുതുതിലേക്ക് ആത്മാവിൻ്റെ ദൂതുമായിട്ട് വരുന്നവരെ സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിൽ അത് വചനപ്രകാരമാണെന്ന് സ്വീകരിച്ച് മനസ്സിലാക്കി ഉറച്ചു നിൽക്കാനുള്ള കൃപ ഇന്ന് ദൈവം നമുക്ക് തരട്ടെ. പൂർത്തീകരിക്കുന്നിടം വരെ ഉറച്ചു നിൽക്കുക. നമ്മൾ അപ്പനെ അമ്മയും ബഹുമാനിക്കാൻ പഠിക്കണം. ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം. ദൈവത്തെ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കണം. നമ്മളെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ പൂർത്തീകരിച്ച വിശുദ്ധന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ യേശു ക്രിസ്തുവാണ്. അവിടെ ഇനിയും പൂർത്തീകരിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് മാറുന്നവരോട് പരിശുദ്ധാത്മാ പറയുകയാണ്, ഞാൻ നിൻ്റെ അരയ്ക്ക് ബലം കെട്ടി നിന്നെ ബലപ്പെടുത്തും. ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നിന്നുണ്ട്. നമുക്ക് മുൻപോട്ട് തന്നെ പോകാം, ജീവിത വിജയം നേടിയെടുക്കാം. അത് ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ മുൻപോട്ട് കയറിപ്പോവാണ്. ജീവൻ്റെ ഉറവിടമാവുന്ന ക്രിസ്തുവാണ് ഞങ്ങളെ വഹിക്കുന്നത്. കർത്താവെ, ഏതെല്ലാം കഷ്ടവും പ്രയാസവും ഞങ്ങൾ സ്റ്റാൻഡേർഡ് വെക്കും, ഞങ്ങളൊരു മെഷർ വെക്കുകയാണ്. പക്ഷെ ഞങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം എത്ര ചെറുതോ വലുതോ ആണെങ്കിലും നടത്തുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും എത്ര വലിയ പ്രശ്നവും ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. മരിച്ച ലാസറസിനെ 4-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലുണ്ട്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ പരിശുദ്ധാത്മ ഞങ്ങളിലുണ്ട്. ആ പരിശുദ്ധാത്മ ഞങ്ങളിൽ ഉള്ളിടത്തോളം കാലം അത് ഞങ്ങളെ ഇട്ടേച്ച് പോകത്തുമില്ലല്ലോ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പിതാവിനോടുള്ള പ്രത്യേക സ്നേഹം ഞങ്ങളിൽ ഇട്ടു തരണം. പുത്രൻ ചെയ്ത നന്മയ്ക്ക് നന്ദിയുള്ളൊരു ഹൃദയം തരണം. പിതാവും പുത്രനും പരിശുദ്ധാത്മ ഒന്നുപോലെ ഞങ്ങളുടെ കൂടെ വസിക്കാൻ തക്കമാണ്. ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളണമേ. ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരിലും ഇത് പ്രത്യക്ഷമായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടപെടണമേ. അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം. കോർഡൻ ഓഫ് വേലി കെട്ടി സ്ഥാപിച്ച, ചുറ്റുപാടും വേലി കെട്ടി ശത്രു കയറാത്ത വണ്ണം തീയുടെ മതിൽ കെട്ടിത്തണം. ദ ഗ്ലോറി വിതിൻ, ദൈവത്തിൻ്റെ മഹത്വം അകത്ത്, പരിശുദ്ധാത്മാവിൻ്റെ തീ പുറത്ത്. തീക്കകത്തൂടെ കടക്കാതെ ഒരുത്തർക്കും അകത്ത് കയറാനൊക്കത്തില്ല. അതിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. മക്കളെ ഏൽപ്പിച്ചു തരുന്നു, മരുമക്കളെ ഏൽപ്പിച്ചു, ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഏൽപ്പിച്ചു തരുന്നു, രോഗം ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ജീവിതത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. ഇടയൻ്റെ ശബ്ദം കേട്ട് പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് ചെന്ന് സ്വസ്ഥമായ ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. ഷുവർലി ഗുഡ്നെസ് ആൻഡ് മെർസി ഷാൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. നന്മയും കരുണയുടെ ആയുഷ്കാലമൊക്കെ എന്നെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അങ്ങനെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.